വെരി ഗുഡ് ഈവനിങ് ടു യു ഓൾ. മാപ്ഷോറിൻ്റെ ഈ ടൂർ പെർഫോമൻസ് വളരെ അമേസിംഗ് ആയിരുന്നു. ഞങ്ങൾ വളരെ എൻചാൻറ്റിങ് പീപ്പിൾ, ദ ടീംഡ് പീപ്പിൾ ആർ വെരി പ്ലീസിങ് പീപ്പിൾ, also very helping. The team conducted team is also very great team. Highlights we enjoyed our level best in your tour. Thank you so much. എൻ്റെ പേര് എസ് നന്ദകുമാർ. ഞാൻ കേരള സ്റ്റേറ്റ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ഇപ്പം അവിടെ നിന്ന് PRS ഒക്കെ എടുത്തിട്ട് പല സർവീസ് കൺസൾട്ടൻസി, പിന്നെ ഹൈക്കോടതിയിൽ പ്രാക്ടീസുണ്ട്, പിന്നെ എറണാകുളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. ഇപ്പം പ്രധാന ഹോബി ഇപ്പം എൻ്റെ കൂടൊപ്പം എൻ്റെ വൈഫ് TK സുജാത വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ പ്രധാന ഹോബി എന്ന് പറയുന്നത് ടൂറിസം, ആ രംഗത്തേക്ക് പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളും കാണാവുന്ന സ്ഥലങ്ങളൊക്കെ കാണുക, അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഒരു മകളേ ഉള്ളൂ, അവൾ PG ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ഫ്രീ ലൈഫിലാണ്. അതുകൊണ്ട് ടൂറിസത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്ത് പോകുന്ന ആ ഒരു അതിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇതിനോടകം ഇൻ്റർനാഷണൽ ടൂറുകൾ ഒരുപാട് നടത്തി. ഇപ്പോഴേ പിന്നെ ഞങ്ങളിപ്പം നിൽക്കുന്നത് ലക്ഷദ്വീപിലാണ്, അഗത്തി ഐലൻഡിലാണ്. അപ്പോൾ അവിടെ മാപ്ഷോർ എന്ന് പറയുന്ന ടൂറിസ്റ്റ് അതിൻ്റെ ഒരു കമ്പനി ആയിട്ട് ബന്ധപ്പെട്ട ഉള്ള ടൂറിലാണ് നിൽക്കുന്നത്. ഇതുവരെ ഇപ്പം ഞങ്ങൾ ടൂർ സ്റ്റാർട്ട് ചെയ്തത് 23rd ഫെബ്രുവരിയാണ്. 23rd അഗത്തിയിൽ അഗത്തിയിലിറങ്ങി അവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്നെ നല്ല സൗകര്യമായ താമസങ്ങളൊക്കെയാണ്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഞങ്ങളുടെ താമസ സൗകര്യം. സീഷോറിനോട് ചേർന്നാണ്. ഫുഡും കാര്യങ്ങളുമൊക്കെ വളരെ പിന്നെ അട്രാക്റ്റീവാണ്. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ടൂർ പിന്നെ ഇതിനകത്ത് മെമ്പേഴ്സും വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ ഞങ്ങൾ അഗത്തി ഇന്നലെ സിറ്റി ടൂർ നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബംഗാരം പിന്നെ ഐലൻഡ് പോയി. പിന്നെ ഇതിൻ്റെ പേര് തികൽക്കന. അങ്ങനെ പിന്നെ അടുത്ത ഒരു ഇനി ഇപ്പോൾ അത് കഴിഞ്ഞ് സ്നോർക്ലിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തി. അതും വളരെ നല്ല ഒരു അനുഭവമാണ്. സത്യം പറഞ്ഞാൽ ഈ ടൂറിസത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. UK, യൂറോപ്പും മലേഷ്യ, സിംഗപ്പൂർ, ചൈന ഒക്കെ പോയെങ്കിലും ഈ കടലുമായി ബന്ധപ്പെട്ട് കടലിനെ അറിയുക എന്നുള്ളതാണ് ഈ ലക്ഷദ്വീപിൻ്റെ ടൂറിൻ്റെ പ്രധാനം. അതാണ് കൂടുതൽ നമുക്ക് പ്രയോജനകരമായിട്ട് തോന്നുന്നത്. കാരണം ഇതിപ്പം ലോകത്തിൽ 2 ഭാഗം കടലാണ്, 1 മാത്രമേ ഉള്ളൂ കര. പക്ഷെ കടലിനെക്കുറിച്ച് നമ്മൾക്ക് തികച്ചുമുള്ള വിജ്ഞാനങ്ങൾ വളരെ കുറവാണ്. അജ്ഞരാണ് പല കാര്യങ്ങളും. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ കടലിലുണ്ട് എന്നുള്ളത് നമ്മൾ കടലുമായിട്ട് അടുത്ത് നമ്മൾ ഇടപെട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ഇന്നലെ സ്നോർക്കലിങ്ങിൽ തന്നെ നമ്മൾ ഇത് പോകുമ്പോൾ അവിടെ ഈ പലതരത്തിലുള്ള വെറൈറ്റി മത്സ്യങ്ങളെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാം, നമുക്ക് അവയെ തൊടാം. അതുപോലെയാണ്. പിന്നെ കുറേ കാലങ്ങളായിട്ട് ഈ കടലിൻ്റെ അടിയിൽ ഈ പിന്നെ ഷിപ്പ് റെക്കേജൊക്കെ നടന്ന് അതിൻ്റെയൊക്കെ പിന്നെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നു. ഇതെല്ലാം നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിന്നെ അവസരമാണ് ഇപ്പം ഈ മാപ്ഷോർ വഴി നമ്മൾ ഈ ലക്ഷദ്വീപ് വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായത്. ഇനി അടുത്തത് ഇന്നിപ്പം പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ എല്ലാം ഈ പിന്നെ സ്കൂബ ഡൈവിങ്ങിൽ പോയേക്കുവാണ്. അവർ വളരെ സന്തുഷ്ടരായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ ഏകദേശം 6-6.5 മീറ്റർ കടലിൻ്റെ അടിയിൽ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പിന്നെ കണ്ട് അവർ വളരെ സന്തുഷ്ടരാണ്. അവരുടെ വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തുഷ്ടമാണ്. ഇനിയും ഉച്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കൽപ്പിറ്റി എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോകുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലോറ് മൊത്തം ഗ്ലാസ്സുള്ള ഷിപ്പ് പിന്നെ ബോട്ടിൽ അവിടെ ഈ പിന്നെ ഷിപ്പിൻ്റെ പിന്നെ ഈ കടലിൻ്റെ അടിവശമൊക്കെ കാണാനുള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കടലിനെ അറിയാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ള പിന്നെ അവസരമാണിതുണ്ടാക്കിയത്. അതുകൊണ്ട് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ടൂറിസത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും വിട്ടുപോകരുത്. കടലിനെ അറിയാനുള്ള അവസരമാണ് അത് നമുക്ക് എല്ലാ തരത്തിലും പിന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ മാപ്ഷോറാണ്. മാപ്ഷോറിന് വളരെയധികം ഇതാണ്. പ്രത്യേകിച്ച് മാപ്ഷോറിന് ഞങ്ങളുടെ കൂടെ വന്ന് പിന്നെ ഞങ്ങളെ എസ്കോർട്ട് ചെയ്ത ശ്യാം, ഹീസ് വെൽ എഫിഷ്യൻറ്റ്.
പേഴ്സൺ. എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. ഓരോ ആളുകളുടെയും കൂടെ നിന്ന് അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കി വളരെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ ഒരു അവസരം നിങ്ങൾക്ക് ലക്ഷദ്വീപ് കാണാനുള്ള അവസരം പാഴാക്കരുത്. അത് മാപ്ഷോർ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.